അപ്പോൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണം മന്ത്രിമാർ സംസാരിക്കാൻ. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ ഏത് വസ്തുതയുടെ അടിസ്ഥാനത്തിലായി കാര്യങ്ങൾ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങളോട് പറയേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഇതിനെ ധിക്കാരമെന്ന് പറയും, ഇതിനെ ധാർഷ്ട്യമെന്ന് പറയും, ഇതിനെ അഹങ്കാരം എന്ന് പറയും. അത് ഈ മന്ത്രിക്കുള്ളതും മുഖ്യമന്ത്രിക്കുള്ളതും ഇത് തന്നെയാണ് എന്ന് സമീപകാല സംഭവങ്ങൾ നമ്മളെ തെളിയിക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. നോക്കൂ, ഇവിടെ മാധ്യമങ്ങൾ എന്ന് മന്ത്രിയോട് ചോദിച്ചപ്പോൾ അവരുടെ ക്ഷോഭമൊക്കെ നമ്മൾ കണ്ടു. എന്തിനാണ് മാധ്യമങ്ങൾ അവിടെ പോയി ചോദിക്കുന്നത്? അവിടെ നിൽക്കുന്ന റിപ്പോർട്ടർമാരുടെ മക്കളാരെങ്കിലും പഠിക്കുന്നതുകൊണ്ടാണോ? കേരളത്തിലെ വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് അഡ്മിഷന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നിലധികം റിസൾട്ടുകൾ ഒരേ അക്കാഡമിക് ഇയറിൽ തന്നെ എൻട്രൻസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമ്പോൾ ഒരു റാങ്ക് ലിസ്റ്റിൽ നല്ല റാങ്ക് കിട്ടുന്നയാൾ അടുത്ത റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ മോശം റാങ്ക് ആകുന്നു, ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ മോശം റാങ്ക് കിട്ടിയാൽ രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റിൽ മോശമാകുന്നു. അങ്ങനെയാണോ കുട്ടികളുടെ ഭാവി കൊണ്ട് പന്താടേണ്ടത്? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കാതലായ വിഷയം ഈ പൊതുസമൂഹത്തിൽ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കാത്തു നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് സ്വാഭാവികമായി ഉന്നയിക്കേണ്ട ഒരു ചോദ്യം ഈ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ, മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ മന്ത്രി കൃത്യമായും വ്യക്തമായും മറുപടി പറയണ്ടേ? ഇവിടെ CPM-ൻ്റെ പ്രതിനിധി പറഞ്ഞെന്താ, ഒരു മാറ്റമുണ്ടാക്കാൻ ശ്രമിച്ചു, നടന്നില്ല, നിങ്ങൾക്ക് നഷ്ടമില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ ഈ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ സ്വാഭാവികമായി ആദ്യത്തെ റാങ്കിൽ നല്ല റാങ്ക് കിട്ടിയവർ, ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ നല്ല റാങ്ക് കിട്ടിയവരെ സംബന്ധിച്ച് രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഫ്രോഡ് പോയിട്ടുണ്ട്, ഇല്ലെങ്കിൽ രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ട് വന്നവർ സ്വാഭാവികമായിട്ടും ആദ്യത്തെ റാങ്കിൽ പറയുന്നവരാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച് അവരുടെ മാനസിക ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് താങ്കൾ പരിശോധിച്ചിട്ടുണ്ടോ? ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞു ഒന്നും സംഭവിച്ചിട്ടില്ല. ശരിയാണ്, നെറ്റ് റിസൾട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ അതേ മെത്തേഡിൽ തന്നെ എൻട്രൻസ് നടക്കുന്നുണ്ട്. പക്ഷേ ചോദ്യം സർക്കാരിനോടാണ്. ആരാണ് ഇത്തരത്തിലൊരു മാറ്റത്തിന് ശുപാർശ ചെയ്തത്? എക്സ്പെർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമ്മുടെ കൈവശമുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ കാലാകാലങ്ങളിലായി എൻട്രൻസിന് 5:3:2 ആണ് മാർക്ക് എടുക്കാറുള്ളത്. പിന്നെ അതിനുശേഷം ഇതിൻ്റെ മെത്തേഡ്, അതായത് കുട്ടികളുടെ മാർക്ക്, കുട്ടിക്ക് കിട്ടിയിട്ടുള്ള എലിജിബിലിറ്റിക്ക് ക്വാളിഫയിങ് എക്സാമിനേഷൻ കിട്ടിയുള്ള മാർക്കിനെ സംബന്ധിച്ച് അത് സ്റ്റാൻഡർഡൈസേഷന് വേണ്ടി ഒരു മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. അത് 2011 മുതൽ ഈ സംസ്ഥാനത്ത് നിലവിലുള്ളതാണ്. അതിൻ്റെ മെത്തേഡിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഏകദേശം 15ഓളം ക്രൈറ്റീരിയ, ഒരു സബ്ജക്റ്റിന് 5 ക്രൈറ്റീരിയ വെച്ച് 15ഓളം ക്രൈറ്റീരിയകൾ കണക്കാക്കിയിട്ടാണ് അത് സ്റ്റാൻഡർഡൈസ് ചെയ്ത് അഥവാ നോർമലൈസ് ചെയ്ത് ആ കുട്ടിയുടെ മാർക്കും എൻട്രൻസിൻ്റെ മാർക്കും കൂടെ ചേർത്തുകൊണ്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ നമുക്കറിയാം ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ മാത്രം മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അഡ്മിഷനെങ്കിൽ പിന്നീട് മാർക്ക് ലിസ്റ്റിൽ വന്ന വ്യാജ മാർക്ക് ലിസ്റ്റും ഒക്കെ വന്നപ്പോഴാണ് എൻട്രൻസ് പ്രീ ഡിഗ്രി കാലത്ത് അതിനുശേഷം എൻട്രൻസും കൂടെ ചേർത്ത് തുടങ്ങി. ഇപ്പോൾ പിന്നീട് എൻട്രൻസും അതുപോലെ എൻട്രൻസിൻ്റെ പരീക്ഷ മാത്രമാകുമ്പോൾ അതിൻ്റേതായ പോരായ്മകളുണ്ട് എന്ന് കണ്ടുകൊണ്ട് പാഠ്യപദ്ധതികളുടെ ഭാഗമായിട്ടുള്ള മാർക്കുകൾ കൂടി ക്ലബ് ചെയ്യാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാക്കി 2008 ആരംഭിച്ച് 4.5 വർഷം കഴിഞ്ഞ് 2011 ഇംപ്ലിമെൻറ്റ് ചെയ്ത മെത്തഡോളജി തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഉപയോഗിച്ചു വന്നുകൊണ്ടിരുന്നത്. ഈ പരീക്ഷ ട്രെയിനിങ് നടക്കുന്നുണ്ട്, ഈ പരീക്ഷ വരുന്നുണ്ട്, അതിന്റെ ഫലം വരുന്നുണ്ട്, റാങ്ക് പട്ടിക വരുന്നുണ്ട് എന്നുള്ളത് ഈ പരീക്ഷാ ഫലം വരുന്നതിന് 1 മണിക്കൂർ മുൻപ് മാത്രമാണോ അറിയുന്നത്? അങ്ങനെ ചോദിച്ചാൽ അതിനപ്പുറവും ചോദിക്കാനുണ്ട്. എത്ര കാലം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത് പിടിച്ചു വെച്ചിരുന്നു ഈ ഫയൽ? എന്തുകൊണ്ടാണ് സമയത്ത് തീരുമാനമെടുക്കാതിരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ അതിനകത്ത്. ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ നിയോഗിച്ചു. ആ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണോ മന്ത്രിസഭ പാസ്സാക്കിയിട്ടുള്ളത്? നോക്കൂ, എൻട്രൻസിന് 5:3:2 ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ മാർക്കുമായി ബന്ധപ്പെട്ട് അങ്ങനെ 5:3:2 ആക്കണം എന്ന് അല്ലെങ്കിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഞാൻ ആ റിപ്പോർട്ടിൻ്റെ പ്രസക്തമായ ഒരു ഭാഗം മാത്രം ഒന്ന് വായിച്ചു പോകാം. ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നു, ദ കമ്മിറ്റി ഒപ്പീൻ ദാറ്റ് ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ ഫോർമുല ഓർ മേക്കിംഗ് എനി മോഡിഫിക്കേഷൻ ടു ദ എക്സിസ്റ്റിംഗ് വൺ വുഡ് ഓൺലി ബി പോസിബിൾ ആഫ്റ്റർ തറോ ആൻഡ് ഡീറ്റെയിൽ സ്റ്റഡീസ്. വളരെ തറവായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിക്ക് ശേഷം മാത്രമേ ഇപ്പോഴുള്ളതിൽ ചേഞ്ച് വരുന്നതിനോ പുതിയൊരു ഫോർമുല കൊണ്ടുവരുന്നതിനോ സാധ്യമാവുകയുള്ളൂ. ഇറ്റ് മസ്റ്റ് ഓൾസോ ബി എൻഷുവേർഡ് ദാറ്റ് എനി ന്യൂ ഫോർമുല ഈസ് ഡെമോൺസ്ട്രബിളി ബെറ്റർ ദാൻ ദ കറണ്ട് വൺ. As it needs more time, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. As it needs more time, the committee concluded that implementing a new formula this year is not feasible. അപ്പോൾ ഒരു സബ്ജക്ട് എക്സ്പെർട്ട് കമ്മിറ്റിയെ സർക്കാർ നിയോഗിക്കുക. ആ എക്സ്പെർട്ട് കമ്മിറ്റി സർക്കാരിന് എന്താ പറയുക, റിപ്പോർട്ട് സമർപ്പിക്കുക. ആ റിപ്പോർട്ടിൽ വളരെ സ്പെസിഫിക്കായി പറയുന്നു, ഈ വർഷം നിങ്ങൾ മോഡിഫൈ ചെയ്യരുത് എന്ന് പറയുന്നു. എന്നിട്ട് മോഡിഫൈ ചെയ്യാനുള്ള ചേതോവികാരം എന്ത് എന്ന് മന്ത്രി പറയണ്ടേ? കൃത്യമായി മറുപടി പറയണ്ടേ? മാത്രമല്ല, ആ മന്ത്രിസഭയിൽ അത് കൊണ്ടുവന്നപ്പോൾ എതിർത്ത മന്ത്രിമാർ ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ആ മന്ത്രിമാരുടെ എതിർപ്പിനെ പോലും വകവയ്ക്കാതെ എങ്ങനെയാണ് മുന്നോട്ട് പോയത്? മാത്രമല്ല, എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമല്ലേ, ഒരു പ്രോസ്പെക്ടസിൽ ഈ എങ്ങനെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് വളരെ സ്പെസിഫിക്കായി തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ എത്രയോ കേസുകൾ കണ്ടിട്ടുള്ള മെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ടൊക്കെ പിന്നെ നമ്മൾ എത്രയോ മാസങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രോസ്പെക്ടസ് ഇറക്കുമ്പോൾ അതിന് എത്രത്തോളം വാല്യൂബിൾ ആണ് ആ ഡോക്യുമെൻ്റ് എന്ന് നമുക്കറിയാം. എന്നിരിക്കെ ആ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായിട്ട്
ഇപ്പോൾ അതിനെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഞാൻ പറഞ്ഞു തരട്ടെ, ഗൗരവമുള്ള വിഷയമല്ലേ സംസാരിക്കുന്നത്. ഇത്തരത്തിൽ ജൂൺ 30 തീരുമാനിക്കുകയും ജൂലൈ 1 ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. അങ്ങനെയാണ്. അതിനപ്പുറത്തേക്ക് ഇപ്രാവശ്യം ഇത് അപ്രയോഗിക്കാമെന്ന് മാത്രമല്ല മന്ത്രിമാർ പറയുന്നു. ഏറ്റവും അവസാനം കോടതിയിൽ ചെന്നപ്പോൾ ഇത് പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞ് എല്ലായിടത്തും തിരിച്ചടി കിട്ടിയിട്ട് വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഒരു മാറ്റം വരുത്തിയിട്ടില്ലല്ലോ, കുട്ടികൾക്ക് എന്ത് നഷ്ടമുണ്ടായി എന്ന് ചോദിച്ചാൽ ഈ കുട്ടികളുടെ മാനസികാവസ്ഥ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ എൻട്രൻസ് കഴിഞ്ഞ് കാത്തിരിക്കുന്നവർ ഇപ്പോൾ പറഞ്ഞല്ലോ, പലരും പല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടിയവരാണ്. ഞാൻ അവരെ CBSE-കാരെന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസുകാരെന്നോ ഒന്നും തരംതിരിക്കുന്നില്ല. അവരെ സംബന്ധിച്ച് നമ്മുടെ കുട്ടികളാണ്. CBSE-യിൽ ഈ സംസ്ഥാനത്ത് പഠിച്ചിട്ടുള്ളവർ നമ്മുടെ കുട്ടികളാണ്, പിന്നെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചിട്ടുള്ളവർ നമ്മുടെയാണ്, ICSE എല്ലാം നമ്മുടെയാണ്. പക്ഷേ ആ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് മനോവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ 10-17 വയസ്സായിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് അവരിഷ്ടപ്പെട്ട സ്കൂളിൽ കോളേജിൽ അവർ എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ കാത്തിരിക്കുമ്പോൾ അവർക്ക് നല്ല റാങ്ക് കിട്ടിയെന്ന് അറിയുകയും ഒരാഴ്ച കഴിയുമ്പോൾ ആ റാങ്ക് മാറിയിരിക്കുന്നു, തനിക്ക് ഒരു കാരണവശാലും ആ കോളേജിൽ കിട്ടില്ല എന്നും അറിയുമ്പോൾ ഒരു മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നും മനസ്സിലാക്കണം. അതിന് ഉത്തരവാദി ആര്? അവിടെയാണ് പ്രശ്നം. ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഇതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം ഈ മന്ത്രിക്കും മന്ത്രിസഭയ്ക്കുമാണ്. ആ മന്ത്രിസഭയിൽ തന്നെ എന്തുകൊണ്ടാണ് മന്ത്രിമാർ അവിടെ നിഷേധിച്ചത്, എതിർത്തത്? ഇത് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, ആര് ചുമതലപ്പെടുത്തിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനില്ലേ? എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മതി കുട്ടികളുടെ ഭാവി പന്താടുമ്പോൾ? അപ്പോൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണം മന്ത്രിമാർ സംസാരിക്കാൻ. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ ഏത് വസ്തുതയുടെ അടിസ്ഥാനത്തിലായി കാര്യങ്ങൾ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങളോട് പറയേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഇതിനെ ധിക്കാരമെന്ന് പറയും, ഇതിനെ ധാർഷ്ട്യമെന്ന് പറയും, ഇതിനെ അഹങ്കാരം എന്ന് പറയും. അത് ഈ മന്ത്രിക്കുള്ളതും മുഖ്യമന്ത്രിക്കുള്ളതും ഇത് തന്നെയാണ് എന്ന് സമീപകാല സംഭവങ്ങൾ നമ്മളെ തെളിയിക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല.